സർക്കാർ വക്കീൽ സ്ത്രീയോട് അനാവശ്യം കാണിക്കുന്നത് കണ്ടതിന് ഒടുവിൽ സാക്ഷിയെയും കിട്ടി. സർക്കാർ അഭിഭാഷകനെതിരെ വ്യാജ വാർത്ത കൊടുത്തു എന്ന പേരിലാണ് വക്കീലന്മാർ ഇക്കണ്ട പുകിലെല്ലാം നടത്തിയത്. സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷിയുടെ വിവരണം തന്നെ കേൾക്കാം ആദ്യം. ഞാനൊരു 6:30 മണിയോടുകൂടിയാണ് എൻ്റെ ഹോട്ടൽ പൂട്ടുന്നത്. പൂട്ടി കഴിഞ്ഞ ശേഷം എപ്പോഴും എറണാകുളം മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി അന്നത്തേക്കുള്ള പച്ചക്കറി എടുത്തുകൊണ്ടാണ് പോരുന്നത്. അപ്പോൾ ഇതേപോലെ സ്ഥിരം അതിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളവിടെ സാധാരണ നിൽക്കാറ്. അന്ന് എൻ്റെ കൂടെ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ സ്പോട്ടിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ മാറി നിന്നു. അവിടെ ഒരു പെട്ടിക്കടയുണ്ട്, ചായ കുടിക്കാനുള്ള പെട്ടിക്കടയുണ്ട്. സമയത്ത് ആ കട ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. അദ്ദേഹം ഈ പറയുന്ന ആള് ഈ പറയുന്ന പെൺകുട്ടീനെ വട്ടം പിടിക്കുക ഇങ്ങനെ ഒരു കൈ കൊണ്ട് കയറി പിടിക്കണത് ഞങ്ങൾ കണ്ടായിരുന്നു. അതിനുശേഷം ഈ പെണ്ണ് ഒച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ ട്രെയിനിറ്റിയുടെ അകത്തൂടി ഓടി പോയി. അകത്തോടി ഓടിയപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് ഓടാൻ പറ്റിയില്ല. ഞങ്ങളെ സ്കൂട്ടറിന് ഇപ്പുറത്തിരിക്കണോണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഈ സ്കൂട്ടർ എടുത്തിട്ട് നേരെ വളഞ്ഞ് അതിൻ്റെ ബാക്കിൽ ചെന്നാൽ ഇതിലെ ഓടി അപ്പുറത്തെത്താം, ജംഗ്ഷനിലെത്താം, കോൾമെൻ്റെ ബാക്കിലെത്താവുന്നതുകൊണ്ട് ഞങ്ങൾ ആ സൈഡിൽ കൂടി ചെന്നപ്പോൾ ആൾക്കാർ പിടിച്ചിട്ടുണ്ട് അവിടെ. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളിമല് കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട 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 കണ്ടവരാരും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. അദ്ദേഹം മാല പൊട്ടിച്ചതാണെന്നാണ് ആദ്യം പറഞ്ഞത്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായില്ല. പക്ഷേ മാല പൊട്ടിച്ച ഒരാളായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. കണ്ട ഒരു നല്ലൊരു യോഗ്യനാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സിൽ എനിക്ക് തോന്നുന്നു 10-20 പവൻ്റെ മാല കിടപ്പുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയൊരു മാല പൊട്ടിക്കാൻ വേണ്ടി പറയുന്നത് എനിക്ക് തോന്നിയില്ല. ഒരു 10 മിനിറ്റ് പോലും ആയില്ല, അപ്പം തന്നെ ഒരു ജീപ്പോടെ വന്ന് എനിക്ക് പൊതിരെ തല്ല് കിട്ടി. കല്ലേറ് കൊള്ളാത്ത ഒരവയവം ഇപ്പൊ ഈ ശരീരത്തിലില്ല. വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ. ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു. ആളുകൾ കൂടി എടാ ബലാത്സംഗ വീര എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറ് ഇടിയും തുടങ്ങി. ഞാൻ എങ്ങനെ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല. പിന്നെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ജീപ്പിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തെ അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ വന്ന പോലീസുകാർ ഇദ്ദേഹത്തെ അറിയാമെന്ന് തോന്നുന്നു. കാര്യം ആ രീതിയിലാണ്. കാര്യം ഒരു മാല പൊട്ടിച്ചായിട്ട് അവരോട് വിധേയമായിട്ട് പിടിച്ചു നിർത്തുന്ന ആളോട് കാണിക്കുന്ന രീതിയല്ല ഞങ്ങളവിടെ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനി ഇദ്ദേഹം ഒരു വല്ല പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ധാരണ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തോണ്ടാണ്. ഭാര്യയും ഭർത്താവും കിടക്കുന്ന മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടില്ലടോ തന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത്. ആ സ്ത്രീയെ കടക്കാരനെ താൻ അവമാനിച്ചില്ലേ? ഇവിടെ കുറെ നാളായി നടക്കുന്ന മോഷണം മുഴുവൻ താനാ ചെയ്യുന്നെന്നാ അവര് പറയുന്നത്. അല്ലറ ചില്ലറ പണി ചെയ്ത് കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. അവർ വന്നപ്പോൾ ഇദ്ദേഹത്തെ സാറിനറ്റാണ് വിളിച്ചെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാനുണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇനി നമുക്കിവിടെ നിൽക്കണ്ട, കാര്യം എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളപ്പോൾ തന്നെ തിരിച്ച് ഞങ്ങൾ മാർക്കറ്റിൽ പോയി പർച്ചേസ് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് അതേ വഴി തന്നെ ഞങ്ങൾ വന്നതിനപ്പോൾ ഒരു ജീപ്പും കൂടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു ജീപ്പും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തിയില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു സീൻ തന്നെ കണ്ടപ്പോൾ തന്നെ ഇത് ഉദ്യോഗസ്ഥനാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോയില്ല. അപ്പോൾ തന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്നതായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസത്തോളം പത്രത്തിൽ ഇങ്ങനെ ഇതുപോലെ സംഭവം ഞങ്ങൾ വായിക്കുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം ഒരു വക്കീലാണെന്നൊക്കെ അറിയുന്നത്. മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട. കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കെട്ടുപൊട്ടിച്ചതും നടന്നത് എന്തായാലും നടന്നു. ഇതിപ്പോൾ ഈ മാധ്യമക്കാരെ ആ വക്കീൽ ചേട്ടന്മാർ ഇങ്ങനെ മാന്താൻ പോയില്ലായിരുന്നുവെങ്കിൽ ഇക്കണ്ട പുകിലൊന്നും ഉണ്ടാകുമായിരുന്നില്ല. സർക്കാർ അഭിഭാഷകൻ പെണ്ണ് കേസിൽ നാറിയ വിവരം ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർന്നേനെ. ഇതിപ്പോൾ കാണ്ടമായി കഥകൾ പുറത്തു വരികയല്ലേ. സ്വൽപ്പം വീണ്ടും വിചാരമൊക്കെ ആദ്യമേ വേണ്ടിയിരുന്നു. മുരളീധരൻജി കോൺഗ്രസ്സുകാരെയെല്ലാം നേരെയാക്കിയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. പണ്ട് കുറേ നേരെയാക്കാൻ നടന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ മുരളീധരൻജി ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത്. ആദ്യം കോൺഗ്രസ്സിലെ കുടുംബകലഹം നിർത്തിയിട്ട് മതി നാട്ടുകാർ നോക്കുന്നത് എന്നാണ് മുരളീധരൻജി മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം UDF ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. പ്രത്യേകിച്ച് KM മാണി UDFന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്.
1981 മുതൽ യു ഡി എഫിൻ്റെ എല്ലാ കഷ്ടകാലത്തും നല്ല കാലത്തും മുന്നണിയിൽ ഉറച്ചു നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിച്ച് യു ഡി എഫ് ശക്തമായി മുന്നോട്ട് വന്നാൽ മാത്രമേ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക് ഒരു ശക്തി ഉണ്ടാകും. ഇപ്പോൾ പാർട്ടി നടത്തുന്നുണ്ട്, കോൺഗ്രസിൻ്റെ സമരങ്ങളുണ്ട്, എന്നാൽ ഒരു യു ഡി എഫ് സമരം എന്ന് പറയുമ്പോൾ മുന്നണി ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം ജനങ്ങളിലുണ്ടാകും. അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ മാണി സാറിനുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകും. നമ്മളിപ്പോൾ ഏതെങ്കിലും പത്രവാർത്തയെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല, കാരണം മുന്നണി ഒരുമിച്ച് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. കാരണം ശ്രീ കെ കരുണാകരനാണ് ആദ്യമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രൂപം നൽകിയത്. അതുകൊണ്ട് ആ മുന്നണി എന്ന് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കണം. ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും മുന്നണിയിലില്ല. പക്ഷേ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് തീർക്കാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ആണ് മുരളീധരൻജിയുടെ ലക്ഷ്യം. പക്ഷേ ഗ്രൂപ്പില്ലാത്തവരെ എല്ലാം ചേർത്ത് ഗ്രൂപ്പില്ലാത്തവരുടെ ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് പല നേതാക്കളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാണി സാറിൻ്റെ കൂടെ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തീയതി അനുസരിച്ച് വേണം മുന്നണിയുടെ യോഗത്തിൻ്റെ അജണ്ട തീരുമാനിക്കാൻ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ മുന്നണിയെക്കുറിച്ചുള്ള പ്രതിച്ഛായയ്ക്ക് കോട്ടമുണ്ടാകും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാകും. അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ജനകീയ സമരങ്ങൾക്ക് ഇപ്പോൾ കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കണം. ഇപ്പോൾ പാർട്ടി സമരം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഭാഗവത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ ശക്തമായിട്ടുള്ള നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ധർണയും കലക്ട്രേറ്റ് ധർണകളൊക്കെ വളരെ വിജയകരമായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, യു ഡി എഫിൻ്റെ സമരങ്ങളും ഉണ്ടാവണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കൊറേ അനന്തരവന്മാരും സംബന്ധക്കാരും നിങ്ങളുടെയൊക്കെ പിടിപ്പുകൾ കൊണ്ട് ആ തറവാടിൽ ഈ തോന്നിയാസമൊക്കെ നടക്കുന്നത്. പകലന്തിയോളം മാട് പോലെ പണിയെടുക്കും, ശമ്പളവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. നാണമില്ലേ നിങ്ങൾക്ക്? എന്താ മാധവന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. സദാശിവ നേർക്കോ? ഞാൻ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞോളാവേ. ഇല്ലല്ല, ഞങ്ങളൊന്നും ഒരു ഗ്രൂപ്പ് യോഗത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് പ്രവർത്തനം പാടില്ല എന്നാണ്. അത് അക്ഷരം മതി അനുസരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പ്രവർത്തനവും നടത്തുന്നില്ല. കാരണം ഗ്രൂപ്പ് താങ്ങാനുള്ള ശക്തി ഇപ്പോൾ പാർട്ടിക്കില്ല. ഒടുവിൽ പ്രതിപക്ഷ നേതാവിനും നാക്കുപിഴച്ചു. സഹപ്രവർത്തകനായ ജോർജ് ഈഡൻ അനുസ്മരണത്തിൽ മകൻ ഹൈബി ഈഡനെ അനുസ്മരിച്ചുകൊണ്ടാണ് ചെന്നിത്തല നാക്കുപിഴക്കാരുടെ ഗ്രൂപ്പിൽ അംഗത്വമെടുത്തത്. കേരളത്തിലെ UDF MLA-മാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ ബഡ്ജറ്റിലൂടെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരത്തിനെതിരായി സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ UDF MLA-മാരും അതിൽ പങ്കെടുക്കുന്നതാണ്. UDF-ൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ശ്രീ ഹൈബി ഈഡന്റെ ധന്യമായ ഓർമ്മകൾ, ശ്രീ ഹൈബി ഈഡന്റെ ധന്യമായ ഓർമ്മകൾ, ശ്രീ ഹൈബി ഈഡന്റെ ധന്യമായ ഓർമ്മകൾ, ശ്രീ ജോർജ് ഈഡന്റെ ധന്യമായ ഓർമ്മകൾ. നമുക്കെല്ലാവർക്കും ഹൈബി എപ്പോഴും വരുന്നത് അതുകൊണ്ടാണ്.